തളർച്ച ഞങ്ങൾക്കില്ല. ഇൻകുലാബ് സിന്ദാബാദ്, റിലേ സത്യാഗ്രഹം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്. ശാന്തതയുള്ളൊരു ദേശത്ത് ബാറിൻ കോട്ടകൾ കെട്ടിയുയർത്തി വിഷം വിളമ്പും രാക്ഷസരെ, അബ്കാരികളെ, കൊലയാളികളെ, നിങ്ങൾക്കിവിടെ മാപ്പില്ല. ജനിച്ച മണ്ണിൽ അന്തിയുറങ്ങാൻ, ജോലി കഴിഞ്ഞു വീട്ടിലെത്താൻ, വിദ്യാർത്ഥികളെ സ്കൂൾ കഴിഞ്ഞാൽ വീട്ടിലെത്താൻ പാടുപെടുന്നു. ബാറിൻ വഴിയിൽ, പൊതുവഴിയിൽ മദ്യപന്മാർ വിലസുന്നു. ജീവനും സ്വത്തിനും ഭീഷണിയായ ബാറിൻ കൗണ്ടർ മാറ്റി സ്ഥാപിക്കുക. ബാറിലേക്ക് പ്രവേശിക്കാൻ പൊതുവഴി ഞങ്ങൾ വിട്ടുതരില്ല. വേറെ വഴികൾ നോക്കിക്കൊള്ളു. എന്നോ നമ്മുടെ മേഖലയിൽ ബാർ തുറന്ന് പ്രവർത്തിച്ചു. അന്നു തൊട്ടേ നമ്മുടെ നാട്ടിൽ സമാധാനം, ശാന്തി തകർന്നു. പ്രതികരിക്കുക, പ്രതിഷേധിക്കുക. റിലേ സത്യാഗ്രഹം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, റിലേ സത്യാഗ്രഹം സിന്ദാബാദ്. ബാറിൻ കൗണ്ടർ മാറ്റി സ്ഥാപിക്കുക. പൊതുവഴിയിൽ നിന്നും മാറ്റി സ്ഥാപിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. നെഞ്ചകമുരുകും അമ്മമാരുടെ കണ്ണീർ ചാലുകൾ സാക്ഷി നിർത്തി ഞങ്ങളൊന്നായി പറയുന്നു. പെരുമ്പിലാവിൽ പാർ വേണ്ട, മദ്യം നാട്ടിൽ വേണ്ടേ വേണ്ട, നാടൻ ശാന്തി തകർക്കുമ്പോൾ നമ്മുടെ നാടിൻ അപമാനം മനുഷ്യ മക്കളെ കൊന്നൊടുക്കും. ഇൻകുലാബ് സിന്ദാബാദ്, ഹലോ മിസ്റ്റർ അബ്കാരി, നിങ്ങൾക്കെന്താ കേട്ടൂടെ? ഞങ്ങൾ കുട്ടികൾ വിളിച്ചു പറയും, വിളിച്ചു പറയും വിദ്യാവാക്യം. ഞങ്ങൾ ഉണർത്തും ആവശ്യങ്ങൾ. ഇനിയും നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇല്ല, തീരെ മടിയില്ല. ഇല്ല തളർച്ച ഞങ്ങൾക്ക്. ബാറിൻ ദുരിതം പേരുന്ന മനുഷ്യ മക്കൾ ചോദിക്കുന്നു. ജനങ്ങൾക്കെല്ലാം ശാപമായി,
6-ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ പരിസര പ്രദേശത്തുമൊക്കെ ഈ സമരം ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ ഹൈവേയിലൂടെ നിരവധി വാഹനങ്ങളിലുള്ളവർ ഇത് ശ്രദ്ധിക്കുകയും കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആളുകളും വിളിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ ഏത് അബ്കാരിയും മുട്ടുകുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കുഞ്ഞുമക്കളും സ്ത്രീകളും മുതിർന്നവരുമൊക്കെ അവരുടെ ശക്തമായ തീരുമാനത്തോടുകൂടി രംഗത്ത് വന്നാൽ സമരം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് വഴി നേടാതെ ഒരു നിലക്കും ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. ഒരു നാട്ടിലെ ജനത അതിൽ കുറെ ആളുകൾ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുക, ബാക്കിയുള്ള ആളുകൾ അതൊന്നും പരിഗണിക്കാതെ നിൽക്കുക എന്നത് അംഗീകരിക്കാൻ കഴിയുന്ന വസ്തുതയല്ല. അതുകൊണ്ട് പരമാവധി ഈ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ ഈ സമരത്തിൽ ഭാഗഭാക്കാക്കിക്കൊണ്ട് അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നേരത്തെ